ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇത് ഒരേപോലെയാണ് തുടങ്ങുന്നത്. രാവിലെ കണ്ണ് തുറക്കുന്നതിന് മുൻപേ കൈകൾ ഫോണിലേക്ക് പോകും. തലച്ചോറ് ശരിക്കും ഉണരുന്നതിന് മുൻപേ നമ്മൾ സ്ക്രോൾ ചെയ്തു തുടങ്ങും. വെറും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുന്നത് നമ്മളെക്കാൾ പണമുള്ള 19 പേരെയും നമ്മളെക്കാൾ ഭംഗിയുള്ള വേറെ 3 പേരെയുമാണ്. കൂടെ ഉറക്കത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന വേറൊരാളും. അവിടെ തീർന്നു നമ്മുടെ ആ ദിവസം. ഇതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കെണി. കൂടുതൽ ഇൻപുട്ട് ഉള്ളിലേക്ക് വരുന്നു, പക്ഷേ പുരോഗതി 0. എന്നാൽ ജീവിതം ശരിക്കും മാറ്റിയെടുക്കുന്നവർ ഇതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. വളരെ ബോറിംഗ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലൂടെയാണ് അവർ തങ്ങളുടെ അടിത്തറ കെട്ടിപ്പടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർട്ട് 1, മോർണിംഗ് കൺട്രോൾ. പണ്ട് നിങ്ങൾ ഒരു കേടായ റോബോട്ടിനെ പോലെയായിരുന്നു. ഫോൺ, അലാറം, സ്നൂസ്, പിന്നെ സ്ക്രോളിംഗ്, അവസാനം ഒരു വെപ്രാളം. 10 മണിയാകുമ്പോഴേക്കും എന്തെങ്കിലും പുതിയതായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി വെറുതെ റിയാക്ട് ചെയ്ത് നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാകും. ഇനി ഇതിന് പകരം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ സിമ്പിളാണ്, ബോറിംഗ് ആണ്. ഇതൊരു പൈനാപ്പിൾ ജ്യൂസോ ചായയോ ഒന്നുമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ശരീരം തരുന്ന ആ ഒരു ഉന്മേഷം വലുതാണ്. അടുത്തത്, നിങ്ങളുടെ ബെഡ് ഒന്ന് വിരിക്കുക. ഇതെന്തിനാ ഇപ്പൊ ചെയ്യുന്നത് എന്ന് തോന്നാം, പക്ഷേ ഒരു കാര്യം വൃത്തിയായി പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഒരു ഉറച്ച തോന്നൽ ഇത് നിങ്ങളുടെ തലച്ചോറിന് നൽകും. സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ വാരിക്കൂട്ടുന്നതല്ല, ഉള്ളതിനെ ഒന്ന് കൃത്യമായി അടുക്കി വയ്ക്കുന്നതാണ്. പാർട്ട് 2, ദ മിഡ് ഡേ റീസെറ്റ്. ഉച്ചഭക്ഷണം കഴിച്ച് ഒരു യുദ്ധം ജയിച്ചു വന്ന പടയാളിയെ പോലെ തളർന്നു കിടക്കുന്ന സ്വഭാവമുണ്ടോ? ആ ഫുഡ് കോമ വന്നാൽ പിന്നെ തലച്ചോർ ഓഫായി. ഇതിനു പകരം ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് നടന്നു നോക്കൂ. പാട്ടോ ഫോണോ ഒന്നുമില്ലാതെ വെറുതെ ഒന്ന് നടക്കുക. അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഉഷാറാക്കാനും സഹായിക്കും. ഇതൊരു വലിയ സംഭവമല്ല, വെറും മെയിൻ്റനൻസ് മാത്രമാണ്. പക്ഷേ മോട്ടിവേഷനേക്കാൾ എപ്പോഴും വിജയിക്കുന്നത് ഇത്തരം മെയിൻ്റനൻസുകളാണ്. പാർട്ട് 3, ദ ഈവനിംഗ് റിവോൾട്ട്. രാത്രിയിൽ ഒരു ഡിജിറ്റൽ പാർട്ടി നടത്തിയാണോ നിങ്ങൾ ഉറങ്ങുന്നത്? ഒരു വീഡിയോ കണ്ടു തുടങ്ങും, പിന്നെ സമയം പോകുന്നത് അറിയില്ല. അവസാനം രാത്രി 2 മണിക്ക് കണ്ണടയ്ക്കുമ്പോൾ തലയ്ക്കുള്ളിൽ സ്ക്രോളിംഗ് തന്നെയായിരിക്കും. ഇതിന് പകരം ഒരു പേപ്പർ പുസ്തകം വായിച്ചു നോക്കൂ. ഓ, അപ്പോൾ നമ്മളിന്ന് ഫോൺ നോക്കി സമയം കളയുന്നില്ലല്ലേ എന്ന് ശരീരം തിരിച്ചറിയും. അതോടെ ഉറക്കം നാച്ചുറലായിട്ട് വരും. പാർട്ട് 4, ദ കോമ്പൗണ്ട് ഇഫക്റ്റ്. ആഴ്ചകൾ കഴിയുമ്പോൾ ഈ ചെറിയ ശീലങ്ങൾ ഒരു മെഷീനിലെ ഗിയറുകൾ പോലെ ഒത്തുചേരും. നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുന്നു, അതുകൊണ്ട് ശരീരം ഉഷാറാകുന്നു. നന്നായി ഉറങ്ങുന്നു, നന്നായി പ്ലാൻ ചെയ്യുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റം ഒന്നും ആരും കാണില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ശക്തരായി മാറിക്കഴിഞ്ഞു. ആളുകൾ ചോദിക്കും, നിനക്കെന്താ ഇത്ര മാറ്റമെന്ന്? കാരണം നിങ്ങളിപ്പോൾ കൺസിസ്റ്റന്റ് ആണ്. പാർട്ട് 5, ദ ട്രൂത്ത് അബൌട്ട് ഡിസിപ്ലിൻ. അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്നല്ല അർത്ഥം. അതൊരു സമാധാനമാണ്, സ്വയം തർക്കിക്കുന്നത് നിർത്തുന്ന ഒരവസ്ഥ. രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകുന്നത് നിങ്ങൾ ഭയങ്കര ഹാർഡ് കോർ ആയതുകൊണ്ടല്ല, മറിച്ച് സമയം വെറുതെ കളയുന്നത് വലിയ നഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരിടമുണ്ടാകും. പ്രത്യേകിച്ച് അശ്ലീല വീഡിയോകൾക്കും സ്വയം ഭോഗത്തിനും അടിമപ്പെട്ട് ആ ഒരു വിഷമായ ലൂപ്പിൽ പെട്ടുപോയ അവസ്ഥ. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഈ ഒരു ശീലം നിങ്ങളുടെ മസ്തിഷ്കത്തെയും ഊർജത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ വെറും മോട്ടിവേഷൻ പോരാ, കൃത്യമായ ഒരു സിസ്റ്റം തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം തയ്യാറാക്കിയത്. കഴിഞ്ഞ 6 വർഷത്തെ അനുഭവ പരിചയത്തിൽ നിന്നും 3000-ലധികം മനുഷ്യന്മാരുടെ ജീവിതം മാറ്റിയെഴുതിയ ഒരു കരുത്തുറ്റ പ്രോഗ്രാമാണിത്. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് തിരിച്ചുപിടിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മാറ്റത്തിന് തയ്യാറാവുക. താഴെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ചെയ്യാനുള്ള സമയം ഇതാണ്. പാർട്ട് 6, ദ മണി മിറർ. ഇനി സാമ്പത്തികമായി ഒന്ന് മാറാം. നിങ്ങൾ നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്തു തുടങ്ങുക. അത് പിശുക്കല്ല, മറിച്ച് നമ്മുടെ ഇമോഷൻസ് എവിടെയാണ് പണം കളയുന്നത് എന്ന് തിരിച്ചറിയലാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് സമയം കളയുന്നത്, എവിടെയാണ് എനർജി കളയുന്നത് എന്ന് മനസ്സിലാക്കാൻ പണം ട്രാക്ക് ചെയ്യുന്നത് വഴി സാധിക്കും. പാർട്ട് 7, ഈറ്റിംഗ് ക്ലീൻ ആൻഡ് സിമ്പിൾ. ഹെൽത്തിയായി കഴിക്കുക എന്ന് പറഞ്ഞാൽ വില കൂടിയ സാധനങ്ങൾ വാങ്ങുക എന്നല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും പരിപ്പും മുട്ടയും പച്ചക്കറികളും ഒക്കെ മതി. വെറുതെ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ശീലം മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യവും പണവും സേഫാകും. ഓരോ തവണ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ്, എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണ് എന്ന്. പാർട്ട് 8, എൻവയൺമെന്റ് റീസെറ്റ്.
രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ മുറി ഒന്ന് അടുക്കി വയ്ക്കുക. വലിയ ക്ലീനിംഗ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ മനസ്സിന് സമാധാനമായിരിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ ചുറ്റുപാട് ശാന്തമായാൽ നിങ്ങളുടെ ചിന്തകളും ശാന്തമാകും. പാർട്ട് 9 ദ ഫ്രണ്ട് ഫിൽട്ടർ. ഇവിടെയാണ് യഥാർത്ഥ ടെസ്റ്റ് വരുന്നത്. എടാ, ഒരു ഡ്രിങ്ക് കൂടി അടിച്ചാലോ? നീ എന്താ ഇപ്പോൾ പഴയ പോലെ കൂട്ടില്ലാത്തത് എന്നൊക്കെ സുഹൃത്തുക്കൾ പരിഹസിക്കും. പക്ഷേ നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ വളർച്ചയെ സ്നേഹിക്കുന്നവരെയും വെറുതെ കൂടെ കൂടുന്നവരെയും തിരിച്ചറിയാനുള്ള സമയമാണിത്. നിങ്ങൾ ഇന്ന് വേണ്ടെന്ന് വയ്ക്കുന്ന ആഘോഷങ്ങളാണ് നാളെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ തുടക്കം. വെള്ളം കുടിക്കുന്നത് കണ്ടോ, ബെഡ് വിരിക്കുന്നത് കണ്ടോ ആരും നിങ്ങൾക്ക് കൈയടിക്കില്ല. പക്ഷേ ആ കൊച്ചു കാര്യങ്ങളാണ് നിങ്ങളെ മാറ്റുന്നത്. ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഈ ബോറിംഗ് കാര്യങ്ങൾ ആവർത്തിച്ചു ചെയ്ത് നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റിയെടുക്കുക. സ്വയം നൽകുന്ന വാക്കുകൾ പാലിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശീലം. ഇന്നു മുതൽ ആ ബോറിംഗ് ജീവിതം തുടങ്ങൂ. കാരണം ബോറിംഗ് എന്നത് ബോറടിക്കാനുള്ളതല്ല, അത് തകർക്കാൻ പറ്റാത്ത ഒരു അടിത്തറയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ ഇനിയും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.